നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ കണ്ടത് ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി IT സെക്ടറുകളിൽ L&T മൈൻട്രി ഉൾപ്പെടെയുള്ള കമ്പനീസിൽ വലിയൊരു ഫോള് അല്ലെങ്കിൽ സെൽ ഓഫാണ് കണ്ടത്. FIs ഇന്നലെയും സെല്ല് ചെയ്യാനായിട്ട് മറന്നില്ല. അവർ കൃത്യമായിട്ട് തന്നെ സെല്ല് ചെയ്തു. 2226 കോടി രൂപയ്ക്ക് FIs സെല്ല് ചെയ്തു. മറ്റൊരു കാര്യം, DIs കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് FIs അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എത്രയാണോ സെല്ല് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 90% ബൈ ചെയ്യപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അതല്ല സ്ഥിതി. DIs അവരുടെ ബൈയിങ് കുറച്ചു. 577 കോടി രൂപക്ക് മാത്രമാണ് ഇന്നലെ DIs ബൈ നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം കാര്യങ്ങളിൽ കുറച്ച് പുരോഗതി കണ്ടു. US മാർക്കറ്റിൽ ഇന്നലെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. തൊഴിലില്ലാത്ത ആളുകൾ അവരുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ജോബ്ലെസ് ക്ലെയിം ഡേറ്റ. അപ്പോൾ അത് കുറഞ്ഞു എന്നതിനർത്ഥം ജോബ് മാർക്കറ്റിന് ഗുണം ചെയ്തു. അത് US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് ഇടയാക്കി. ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ ആ ഒരു റാലിയിൽ പങ്കെടുത്തില്ല. പക്ഷേ US മാർക്കറ്റിൻ്റെ ക്ലോസിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 150 മുതൽ 200 പോയിൻ്റ് വരെയുള്ള ഒരു ഗ്യാപ്പ് അപ്പിലാണ്. അത് സസ്റ്റെയിൻ ചെയ്യുമോ, ഇന്ന് ബുള്ളിഷ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെയും ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്സ്റ്റോക്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ വീണ്ടും തിരികെ എത്തി 60,000, ബ്രന്റ് ഓയിൽ 78, ഗോൾഡ് $2,422 പെർ ഔൺസ്. ഓസ്ട്രേലിയ പോസിറ്റീവാണ്, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ജപ്പാൻ പോസിറ്റീവാണ്, ഡോ ഫ്യൂച്ചർ എന്നാൽ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ സ്പൈക്ക് ചെയ്തിരുന്നു 16.65. അപ്പോൾ ഇന്ത്യ വിക്സ് ഇന്ന് ഒരു ഫോള് ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫ്രാൻസും UK റെഡിലടച്ചു. ഡോ ജോൺസ് കാണാം ഏകദേശം 1.5% മുകളിൽ റാലി രേഖപ്പെടുത്തിയപ്പോൾ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് ഏകദേശം ഒരു 2.87% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ICICIയും HDFC ബാങ്കും എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിച്ചു. ഡോക്ടർ റെഡ്ഡിയും 1.5% റാലി. GDR റിലയൻസ് ഏകദേശം ഒരു 0.5% ഇടിവാണ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്ന് റിയാക്ട് ചെയ്യപ്പെടും. അതിൽ പ്രധാനപ്പെട്ട കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സ്. എൻഫീൽഡ് നിർമ്മാതാക്കളാണ് ഐഷർ മോട്ടോഴ്സ്. എൻഫീൽഡ് മാത്രമല്ല, അവർക്ക് ബസ്സുകളും ട്രക്കുകളും എല്ലാം തന്നെ ഉണ്ട്. അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിളും അവർക്കുണ്ട്. അപ്പോൾ ഐഷർ മോട്ടോഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 20% അപ്പായി 1,105 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 10% അപ്പായി 4,393 കോടി രൂപ കരസ്ഥമാക്കി. ബയോകോൺ കമ്പനി ഒരു ഫാർമ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 6 മടങ്ങ് ഉയർന്ന് 660 കോടി രൂപ കരസ്ഥമാക്കി. LIC നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 10,544 കോടി രൂപ കരസ്ഥമാക്കി. IPOയിൽ LIC നമ്മളത്ര സന്തോഷിപ്പിച്ചില്ലെങ്കിലും അതിനുശേഷം LIC മുകളിലേക്ക് പോയി നിക്ഷേപകർക്ക് നേട്ടം കൈവരിച്ചു. നിലവിലെ സാഹചര്യത്തിലും ഇത്രയധികം പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടായിട്ട് പോലും ഈ ഇൻഷുറൻസ് മേഖലയിൽ വിപണി പങ്കാളിത്തം LICക്ക് 60% ഉണ്ട്. നെക്സസ് സെലക്ട് REIT കമ്പനി ബ്ലാക്ക് സ്റ്റോൺ സ്പോൺസർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെക്സസ്. അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഏകദേശം ഒരു 21% അവരുടെ നിക്ഷേപം ഈ നെക്സസ് സെലക്റ്റഡ് REIT നിന്ന് വിറ്റ് മാറുകയാണെന്നുള്ള ന്യൂസാണുള്ളത്. എന്താണ് REIT? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ് REIT. അതായത് പ്രമുഖ നഗരങ്ങളിലെല്ലാം തന്നെ ബിൽഡിംഗ് വാങ്ങുന്നു. അതിനുശേഷം അതിൽ നിന്ന് റെൻ്റൽ ഇൻകമാണ് ഇവരുടെ പ്രധാന ഇൻകം. നമുക്ക് ഒരു പൂനെയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഒന്നും സ്ഥലം വാങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് REITയിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മളുടെ പണം കൊണ്ട് അവർ ഈ ഇത്തരത്തിലുള്ള പ്രൈം സ്പോട്ടുകളിൽ ഈ ഓഫീസ് കെട്ടിടങ്ങളാണ് പണിയുന്നത്. അതിനുള്ള റവന്യൂ ആണ് REIT. ബ്രൂക്ക്ഫീൽഡ്, എംബസി പാർക്ക് തുടങ്ങിയ കമ്പനീസാണ് മറ്റ് REIT കമ്പനീസ്. ABB ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ ഈ ഒരു ക്വാർട്ടറിൽ 443 കോടി രൂപ കരസ്ഥമാക്കി. ഏകദേശം 50% ഉയർന്നു.
295 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡ് നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്ന് 174 കോടി രൂപ കരസ്ഥമാക്കി. ഷിപ്പ് റിപ്പയറിംഗ് സെഗ്മെൻറ്റിൽ 63% ഉയർന്നു ഇവരുടെ ആ ഒരു ബിസിനസ്. ഈ ഒരു സമയത്താണ് UK-ലെയും US-ലെയും പ്രമുഖ അവരുടെ നേവി കപ്പലുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കിട്ടിയിരുന്നു അവർക്ക് അതിൻ്റെ റിപ്പയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺകോർ കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന് 259 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 10% ഉയർന്ന് 2103 കോടി രൂപ കരസ്ഥമാക്കി. ഇതെല്ലാം ഇയർ ഓൺ ഇയർ ആയിട്ടാണ് ഞാൻ പറയുന്നത്. സെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61% ഇടിഞ്ഞ് 82 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഐക്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്ന് 224 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 17% ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 19% ഉയർന്നു. ബിർള കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45% ഇടിഞ്ഞു 332 കോടി രൂപ. റവന്യൂ 9% ഇടിഞ്ഞു. ഗെയില് രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദൻ നിഗമായിട്ട് പുതിയ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബിസിനസ് കോൺട്രാക്റ്റ് കയ്യിൽ സൈൻ ചെയ്തു. JB കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു 177 കോടി രൂപ കരസ്ഥമാക്കി. ഇന്ത്യ ഹ്യൂം പൈപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് ഉയർന്നു. ഓയിൽ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഇടിഞ്ഞു 1467 കോടി രൂപയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഹയർ എക്സ്പെൻസ് ആണ് കാരണം. ടെക്കം കമ്പനി ഇവർ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഡ്രീം ഫോൾക്ക് കമ്പനി എയർപോർട്ട് ലോഞ്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഡ്രീം ഫോൾക്ക്. നെറ്റ് പ്രോഫിറ്റ് 13% നിന്ന് 18% ഉയർന്നു. ബയർ ക്രോപ്പ് സയൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 250 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 329 കോടി രൂപ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്, അത് സസ്റ്റെയിൻ ചെയ്യണം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 24,000 എന്ന റേഞ്ച് അറ്റ്ലീസ്റ്റ് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് 24,000-നൊന്നും താഴെ നിഫ്റ്റി പോകുന്നില്ല. അപ്പോൾ 24,000 മേജർ ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഈ ഒരു വളരെ നിയർ ടൈം ഒരു സപ്പോർട്ടായിട്ട് പറയുന്നത്. നമുക്കറിയാം നമുക്ക് മുന്നോട്ട് നിഫ്റ്റിനെ നയിക്കാനായിട്ട് Q1 റിസൾട്ടുകളിൽ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനികളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഇനിയുള്ളത് ഗ്ലോബൽ ന്യൂസ് തന്നെയാണ് ശരണം. ഗ്ലോബൽ ന്യൂസിൽ യുദ്ധം, അതുമാത്രമല്ല ഈ സാമ്പത്തിക മാന്ദ്യം എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് ഉണ്ടായ കാര്യമല്ല സാമ്പത്തിക മാന്ദ്യം, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് പോകുന്ന കാര്യമല്ല സാമ്പത്തിക മാന്ദ്യം. പക്ഷെ ഒരു പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായി. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ നാസ്ഡാക്കിൽ തന്നെ എക്സ്ട്രീംലി ഓവർസോൾഡ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും അത്യാവശ്യം കറക്റ്റ് ചെയ്യപ്പെട്ട രീതിയിലാണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ എക്സ്ട്രീംലി ഓവർസോൾഡ് ആണോ? അല്ല. 25,000-ൽ നിന്ന് പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 1000 പോയിൻറ്റിൽ താഴെ മാത്രമാണ് നിഫ്റ്റി കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്ഷനേ അല്ല. എങ്കിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നിക്ഷേപകർക്ക് വളരെയധികം ആവേശം ഉണ്ടാവും. അന്ന് താഴെ പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സോക്കോൾഡ് കറക്ഷൻ എന്നൊക്കെ പറയുന്നത് 10%, 8%. അപ്പോൾ ആ ഒരു രീതിയിലേക്കും ഉള്ള 2 രീതിയിലുള്ള സാധ്യതകളുണ്ട്. അതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അതെല്ലാം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചാണ് മുകളിലേക്ക് താഴേക്ക് പോകുന്നത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ആണ്. ഗ്ലോബൽ വാർത്തകൾ കീനായിട്ട് വാച്ച് ചെയ്യുക. ചാനലായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ന്യൂസുകൾ ചെയ്യുന്നുണ്ട്. അത് നോളജ് ഗെയിൻ ചെയ്യാം. വൈകിട്ട് 5 മണിക്ക് നമുക്ക് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.